വെൽക്കം ടു സി വിത്ത് എലിസ. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വേളാങ്കണ്ണിയുടെ നമ്മൾ വീഡിയോ ചെയ്ത്. പിന്നെ ഒത്തിരി പേര് എന്നെ വിളിക്കാറുണ്ട് കേട്ടോ. എങ്ങനെ വേളാങ്കണ്ണി പോവാം, ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നതിനെ കുറിച്ചും താമസ സൗകര്യത്തെക്കുറിച്ചും ഫുഡിനെ കുറിച്ചൊക്കെ അറിയാൻ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തവണ ഇങ്ങനൊരു വീഡിയോ ചെയ്തു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാം. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് താമസത്തിനുള്ള സൗകര്യങ്ങൾ അത് ഒന്ന് കാണിച്ചു തരാം. കുറച്ച് റൂംസും കാര്യങ്ങളൊക്കെ എല്ലാം കാണിച്ചു തരാം. ഷായ്ചേട്ടനുണ്ടല്ലോ, നമ്മൾ ഇതിനു മുമ്പ് ഉള്ള വീഡിയോയിൽ ഞാൻ നമ്പർ തന്നിട്ട് സത്യം പറഞ്ഞാൽ ഇത്തവണ ഞങ്ങൾ വേളാങ്കണ്ണി വരുമ്പോൾ നമ്മളവിടെ ഉള്ളപ്പോൾ പോലും ഷായ്ചേട്ടൻ ഇങ്ങനെ കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വരാനും റൂമൊക്കെ അന്വേഷിച്ചിട്ട്. ഒത്തിരി താങ്ക് യു, ഒത്തിരി താങ്ക്സ് ഉണ്ട്. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്തവണ നമ്മൾ താമസിക്കുന്നത് ഈ ഒരു പോർഷനിലാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മുടെ റൂം ഇതിൻ്റെ മുകളിലാണ്, ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ഈ വീട്ടിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വന്ന് വരാന്തയിലൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു വരാന്തയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വീട് മിസ് ചെയ്യില്ല, അത് ശരിക്കും ഒരു വീട് പോലെ തന്നെയല്ലേ. അപ്പം ചേട്ടൻ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഈ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഫുഡ് കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. പിന്നെ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. അറ്റാച്ച്ഡ് ആണ്, വാഷ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇത് ന്യൂലി ഒരു പെയിന്റഡ് ആണ്. അതുപോലെ തന്നെ പുതിയൊരു വീടാണ്. അപ്പൊ അതിൻ്റെതായ വൃത്തിയും ആ ഒരു ഭംഗിയൊക്കെ ഈ വീടിനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 2 ബെഡ്റൂം ഉണ്ട്. അതിലൊന്നാണിത്. ഇതും വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ നമുക്കിവിടെ മിററുണ്ട്. നമ്മളുടെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിടാനുള്ള സൗകര്യങ്ങളും ഒരു സൈഡിലൊരു ഷെൽഫുണ്ട്. അതും AC റൂമാണ്. അതുപോലെ ഈ റൂം എന്ന് പറഞ്ഞാൽ നോൺ AC റൂമാണ്. ഇവിടെ 2 ബെഡ്റൂം AC-യും ഒരെണ്ണം നോൺ AC-യുമാണ്. ഇതും വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡും കോട്ടൺ ബെഡും ഒക്കെ നല്ലതാട്ടോ. നല്ല ഇതാണ്, പെർഫെക്റ്റ് ആണ്. പിന്നെ ഇത് നമ്മൾ ഈ ഒരു ചെറിയൊരു കോറിഡോറിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കിച്ചൺ സൗകര്യം ഉള്ളത് കേട്ടോ. ഇവിടെ വെച്ച് നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാം. ഇവിടെ സിങ്കും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ നിങ്ങളെ കാണിച്ചത്. നമ്മൾ താമസിച്ച വീടിന്റെ തൊട്ടിപ്പുറത്തുള്ളതാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരില്ല, അല്ലെങ്കിൽ നമ്മൾ കുറച്ചധികം പേരുള്ള ഒരു ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പറാണ് കേട്ടോ ഇത്. ഈ കോമ്പൗണ്ട് കാണാൻ നല്ല ഭംഗിയല്ലേ. ഇവിടെ നല്ല സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 2 ബസ്സിനാ വരുന്നെങ്കിൽ 2 ബസ്സൊക്കെ കിടക്കൂലേ? സൗകര്യം ഇല്ലേ അതിന്? ആ സൗകര്യം ഉണ്ട്. കാറാണെങ്കിലും ഒരു 2-3 കാറ്, 2-3 അല്ല അതിലും കൂടുതൽ കാറുകൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നടുക്കൊരു കിച്ചണും അതുപോലെ ഡൈനിങ് ഏരിയയും കൂടി ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ഇപ്പുറത്തെ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ താഴെയും നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ. ഫാമിലിക്കായിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. കാരണം അല്ലാതെ ഒരു റൂം ഒരു ഫാമിലി, ഒരു റൂം വേറെ നമ്മൾ ഹോട്ടലിൽ കൊടുക്കുന്ന പോലെ ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അത് ഇതിനകത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു ഫാമിലിക്ക് വലിയ ഒരു ടീം വന്നാൽ, ഒരു ഗ്രൂപ്പ് വന്നാൽ അവർക്ക് ഒരുമിച്ചുള്ള ഗ്രൂപ്പിന് കൊടുക്കാൻ പറ്റുന്നത്. ഇവിടെ നല്ല നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊരു സോഫയൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ TV ഉണ്ട്. നല്ല ഇതിൻ്റെ ഇന്റീരിയർ നല്ല രസമായിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. ഇതിനകത്ത് നമുക്ക് 3 ബെഡ്റൂം ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. AC ഉണ്ട്. അതുപോലെ നമുക്കിവിടെ 4-5 പേർക്ക്, ശരിക്കും പറഞ്ഞാൽ 5 അതിൽ കൂടുതൽ പേർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ അല്ല, പക്ഷെ ഇതേപോലത്തെ തന്നെ. അപ്പോൾ അത് നമുക്ക് 2 വലിയ ബെഡുണ്ട്, ഇതിലുണ്ട്. പിന്നെ നല്ല വാഷ്റൂമാണ്, ഗീസറൊക്കെ ഉണ്ട്. ഇവിടെ ഷെൽഫുണ്ട്. അതുപോലെ നമുക്കുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതുപോലെ നമുക്കിവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. അപ്പം കുറച്ചധികം പേർക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയ ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഇതും കേട്ടോ വലിയ, ഇതിനകത്ത് നമുക്ക് 2 പേർക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിലും കിടക്കാം. കുട്ടികളൊക്കെ ആണെങ്കിൽ 5 പേരൊക്കെ അടങ്ങുന്നവർക്ക് ഇവിടെ കിടക്കാം. അതിലും വലിയ ഗ്രൂപ്പ് വന്നാലും നമുക്ക് താഴത്തെ സ്പേസും ഹാളൊക്കെ യൂസ് ചെയ്തിട്ട് കിടക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഇവിടെ ആളുകൾ സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതും പുതിയതാണ്, അതുകൊണ്ട് അതിൻ്റെ വൃത്തിയും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ 3 ബെഡ്റൂമും AC ഉള്ളതാണ്. 3 ബെഡ്റൂമും വാഷ്റൂം അറ്റാച്ച്ഡും ആണ്. പുതിയതായതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര ഒരു ഇഷ്ടപ്പെടും കേട്ടോ. നല്ലതാണ്.
പിന്നെ ഉള്ളത് ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കിച്ചൺ, അപ്പുറത്തെ ആ ഒരു വീടിനേക്കാളും കുറച്ചും കൂടി വലിയൊരു കിച്ചൺ ഏരിയ ഇവിടെ ഉണ്ട്. ഇവിടെ ഫ്രിഡ്ജുണ്ട്. അതുപോലെ ഇവിടെ ഫ്രിഡ്ജുണ്ട്, ഒരു ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട്. പ്ലേറ്റ്സ് ഒക്കെ കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. പ്ലേറ്റ് ഗ്ലാസ്സുകളൊക്കെ ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഡോർ തുറന്നാൽ നമുക്ക് അപ്പുറത്തെ ഒരു കിച്ചൺ ഉണ്ട്, ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്. ഓപ്പൺ കിച്ചണും ഒരു ഡൈനിങ് ഏരിയയും വലിയ കുറേ ഒരു ഗ്രൂപ്പിന് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ അപ്പുറത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇടയിലോട്ട് കാണിച്ചു തരാം. അവിടേക്കുള്ളൊരു ഓപ്പണിംഗ് കൂടെയാണ് ആ ഒരു ഡോർ കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ മുകളിലും താഴെയും കൂടെ മൊത്തം 9 AC റൂമുണ്ട്, ഒരു നോൺ AC റൂമുണ്ട്. അപ്പം ഞാൻ ഈ മുകളിൽ കൊണ്ടുപോയി കാണിച്ചു തരാം കേട്ടോ. മുകളിലാണെങ്കിൽ നമ്മൾ ഇത്തവണ താമസിക്കുന്നത്. ഈ ബിൽഡിംഗ് എവിടെയായിരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ മാതാകുളം പള്ളിയില്ലേ, മാതാവിന്റെ ആ ഒരു പോണ്ടൊക്കെ ഉള്ള ആ പള്ളി, നമ്മൾ നിരങ്ങുന്ന ആ പള്ളി ഉണ്ടല്ലോ, മോർണിംഗ് സ്റ്റാറും അടുത്താണല്ലോ നമ്മുടെ മലയാളം കുർബാനുള്ള, അതിന്റെ തൊട്ട് പുറകിലായിട്ടാണ് കേട്ടോ. അതിന്റെ പുറകിലെന്ന് പറയാൻ പറ്റില്ല, സൈഡ് ഭാഗത്തായിട്ടാണ്. ശരിക്കും ഇവിടെ നിന്ന് നോക്കിയാൽ കുറച്ചൊക്കെ നീങ്ങി നോക്കിയാൽ കാണാം നമ്മുടെ പള്ളിയും കാര്യങ്ങളും കാണാൻ പറ്റും. ഇതൊരു വലിയ ബെഡ്റൂം ആണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാലോ, ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 4 പേർക്കെങ്കിലും കിടക്കായിരിക്കും അല്ലേ? 4 പേർക്ക് കിടക്കാം, സുഖമായിട്ട് കിടക്കാം. അതുപോലെ ആ കെട്ടിലാണെങ്കിൽ 2 പേർക്ക് കിടക്കാം, 6 പേർക്ക് കിടക്കാം. പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. ഇത് വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. മറ്റേതിന്റെ നമ്മളിപ്പം കണ്ടതിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ എല്ലാം നീറ്റാണ്, ന്യൂലി പെയിന്റഡ് ആണ്. ഈ കാണിച്ചു തരാം. ഇതുപോലെ ഇത്രയും വലുതല്ലാത്ത റൂമുകളും ഉണ്ട്. ഞങ്ങൾ ഇതിന്റെ ഉള്ളിലാണ്. ഇതിനകത്ത് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് കാണിച്ചു തരാത്തെ. അതിനകത്ത് നമുക്ക് 2 പേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതുപോലത്തെയാണ്, ഇതുപോലത്തെ ബെഡ്റൂമാണ് ഞങ്ങളുടേത്. കട്ടിൽ ഇങ്ങനെ ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഇത് 2 പേർക്ക് ഉപയോഗിക്കാവുന്ന ബെഡാണെങ്കിലും കാണുമ്പോൾ അറിയാലോ, 2 പേർക്കല്ല, അതിൽ കൂടുതൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇങ്ങനെ ഒരു ടേബിളുണ്ട്, നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ഡ്രോയേഴ്സ് ഒക്കെ ഉള്ള ഒരു ടേബിളുണ്ട്. പിന്നെ വാഷ്റൂം ഉണ്ട്. അതുപോലെ AC റൂമാണ്. വയനാടുത്ത് കാണാം. ഇത് അതേപോലെ തന്നെ അപ്പുറത്തെ കണ്ട പോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. ഇതാണ് വലിയ റൂമാണ്. എനിക്കൊന്നും ഈ സൈഡിലെല്ലാം ഈ ഒരു ഇത്രയും വലിപ്പമുള്ള റൂമും ഇപ്പുറത്തെ സൈഡിലൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ കാണാം. ഞങ്ങളുടെ അതിനകത്ത് അപ്പുറത്തതിനകത്ത് നമ്മൾ ഇത് കണ്ടില്ലല്ലോ, ഞങ്ങളുടെ റൂമിനകത്ത് ഇതും കൂടെ ഉണ്ട് കേട്ടോ. ഒരു സൈഡിലൊരു ഇതും കൂടെ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് വേണേ കിടക്കാൻ സാധിക്കും. പില്ലോ ഒക്കെ വെച്ചിട്ടുണ്ട് അതിനകത്ത്. ഇതും വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. എല്ലാ മുറിയും വാഷ്റൂം അറ്റാച്ച്ഡ് ആയിരിക്കുമല്ലോ. AC ആണിത്. പിന്നെ ഒരു നോൺ AC ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. ഇത് നോൺ AC റൂമാണ്. അതിന്റെ കീ ഷാജന്റെ ഇല്ല ഇപ്പൊ, അതുകൊണ്ടാണ് തുറന്ന് കാണിക്കുന്നത്. സെയിം തന്നെയാണ്, എല്ലാം ഒരേപോലെ ഇരിക്കും. ഇത് നോൺ AC ആണെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞേ ഷാജേട്ടാ, നമുക്ക് 2 ബസ്സൊക്കെ കയറ്റിയിടാം. അങ്ങനെ ഇടാൻ പറ്റുമോ? നമ്മുടെ പാർക്കിംഗിന്റെ സ്പേസ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓൾവോർത്ത് ബസ് വരാം. 53 സീറ്റ് 43 സീറ്റ് ബസ് വരും. 2 വഴികളിൽ ഇവിടെ വരാൻ. പ്രധാന റൂട്ടിൽ നിന്ന് 2 വഴിയുണ്ട്. ഇപ്പൊ എത്ര തിരുനാളത്തിന്റെ തിരക്കായാലും ഇവിടേക്ക് ബസ് വരാൻ പാർക്കിംഗ് തടസ്സം ഉണ്ടാവില്ല. ട്രാവലും കാറൊക്കെ ഇവിടെ കയറ്റിയിടാം. തൊട്ടപ്പുറത്ത് ഞങ്ങൾ ലോഡ്ജ് ഉണ്ട് അവിടെ. അതിനകത്ത് മൊത്തം 17 റൂമുണ്ട്. അപ്പൊ അതിനകത്ത് അവിടെ ബസ്സിനാണ് സൗകര്യം. അവിടെയും കിച്ചൺ ഉണ്ട്. ഭക്ഷണം ഇനി ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ നാടൻ ഫുഡ് ഇവിടെ കൊടുക്കും. നാടൻ ഫുഡ്, അതായത് നമ്മുടെ കേരള ഫുഡ് ഇവിടെ പാചകം ചെയ്ത് കേരള ഫുഡ് കൊടുക്കും. ഇനിയിപ്പോ അത് ഞങ്ങൾ നോർമൽ ഫുഡിന് ശരിക്കും സാധാരണ രാവിലെ ഇഡ്ഡലി, വട, ചായ, അല്ലെങ്കിൽ പൂരി മസാല, ഉച്ചയ്ക്ക് മറ്റേ മീൻ വറുത്ത, മീൻകറി, അതിന്റെ തോരൻ, സാമ്പാർ, എന്നൊക്കെ ഒരു നോർമൽ ഡേയ്സിന് 300 രൂപ. ഫുഡ് ഒരാൾക്ക് 350 രൂപ. പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഞണ്ടോ കൂന്തലോ അങ്ങനെയൊക്കെ വേണമെന്ന് എക്സ്ട്രാ നമ്മളൊരു ഇത് അങ്ങനെ കൂടി ഞങ്ങൾ സൗകര്യം. അത്രയാണ് അല്ലേ? അപ്പൊ നമുക്കിപ്പോ ചിലര് കുക്കിങ്ങിനുള്ള ആളുകളൊന്നും ഇല്ല എങ്കിൽ പോലും നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു കുറഞ്ഞ നിരക്കിൽ നമുക്ക് നല്ല നമ്മുടെ കേരള ഫുഡ് കഴിക്കാൻ പറ്റും. കാരണം കുറെ പേര് ചിലർ എന്നോട് പറഞ്ഞു ട്രാവൽ ചെയ്ത് വേറെ എടുത്ത് പോകുമ്പോൾ അവിടുത്തെ ഫുഡ് കഴിക്കണ്ടേന്ന് ചോദിച്ചു. പക്ഷെ ചില പർട്ടിക്കുലർ ഏരിയ, ഞാൻ ഏരിയ ഒന്നും പറയുന്നില്ല, അവിടെ ആ ഒരു ഭാഗത്ത് നിന്നൊക്കെ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഇവിടുത്തെ ഫുഡല്ല, അവർക്ക് നാട്ടിലെ ഫുഡ് തന്നെ വേണം നിർബന്ധമുള്ളവരില്ലേ? അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൗകര്യമൊക്കെ പറഞ്ഞു തരുന്നത്. പക്ഷെ 9 AC റൂമല്ലേ ഇവിടെ ഉള്ളത്? ഇവിടെ 8 AC ഒരു നോൺ AC ആണ്. 8 ആണല്ലേ? ഇതിന്റെ ഒരു പ്രത്യേകിച്ച് താഴത്തെ ഫ്ലോറിൽ തന്നെ ശരിക്കും പറഞ്ഞാല് ഒരു പ്രധാന ഒരു ലിവിംഗ് ഏരിയയും ഒരു ഡൈനിങ് ഒരു അടുക്കളയുണ്ട്. അതിനകത്ത് ഒരു 15-18 ആൾ വന്നാലും അതിനകത്ത് മാത്രം താമസിക്കാം. ഇനി ഒരു 50 പേര് വന്നാലും ഈ ഫുൾ ബിൽഡിംഗിൽ 50 പേര് താമസിക്കാം. അങ്ങനെ സൗകര്യമുണ്ട്.
അപ്പൊ അതിന് പിന്നെ ഇവിടുന്ന് സെയിം മാതാളംപള്ളിയിലേക്ക് 5 മിനിറ്റ് എടുക്കാനുള്ളൂ. 5 മിനിറ്റ് കേട്ടോ, അതാണ് പിന്നെ നമ്മുടെ പ്രധാന പള്ളിയിലേക്ക് ബീച്ചിലേക്കും പോകാൻ വേണ്ടി ഇവിടുന്ന് ഒരു 8-9 മിനിറ്റിൽ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സൗകര്യം. അതിന്റെ ഈ മാതാളംപള്ളി തൊട്ടപ്പുറത്ത് മോർണിംഗ് സ്റ്റാർ ചർച്ചും. അതെ അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അടുത്താണെന്നുള്ളത്. പിന്നെ എനിക്കൊരു പ്രത്യേകത തോന്നുന്നത് വലിയ ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇത്രയും അടുത്താണെങ്കിലും ഇവിടെ ഒരു ഭയങ്കര ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിട്ടാണ്. നല്ല രസമുള്ള ശാന്തമായിട്ട് നമുക്ക് നിൽക്കാം അല്ലെ. പെരുന്നാൾ സമയത്ത് ഇവിടെ അത്ര തിരക്ക് ബാധിക്കില്ല, നമുക്ക് നിൽക്കാൻ പറ്റും. പിന്നെ ഇത് മാത്രമല്ല, നമ്മളിങ്ങനെ വീഡിയോ ഇതിലെടുത്ത് റൂംസ് കാണിക്കാന്ന് വെച്ചാൽ ഇതിന് മുമ്പൊന്നും ഞാൻ താമസിച്ചിട്ട് അങ്ങനെ റൂമുകൾ ഉണ്ടെന്ന് പറഞ്ഞതല്ലാതെ ഷാച്ചിയുടെ നമ്പറൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നതല്ലാതെ റൂം കാണിച്ചില്ല. പക്ഷെ കുറെ പേര് ചോദിക്കുന്നുണ്ട് ഒന്ന് കാണാൻ പറ്റുമോ എങ്ങനെയാണെന്നൊക്കെ. ഷാച്ചിനെ വിളിക്കുന്നവരും ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ റൂം ഒന്ന് കണ്ടിട്ട് അവർക്ക് എടുക്കാൻ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, നമുക്കൊന്ന് കാണണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഉൾപ്പെടുത്തിയത്. ഇത് മാത്രമല്ല, ഇപ്പൊ ഷാച്ചിയുടെ ഇതിലുള്ള വേറെ റൂമുകളും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അത് നോക്കിയിട്ട് ഷാച്ചിനെ വിളിച്ച് സെലക്ട് ചെയ്ത് വന്നാൽ മതിയല്ലോ. നമ്പറും ഞാൻ മറ്റു വീഡിയോസിലൊക്കെ ഷാച്ചിന്റെ നമ്പറൊക്കെ ഞാൻ കൊടുത്തു. നിങ്ങളൊക്കെ വിളിക്കുന്നത് എനിക്ക് കേൾക്കുമ്പോൾ സന്തോഷമായിട്ടോ. അപ്പൊ അതുപോലെ തന്നെ വിളിച്ച് നിങ്ങൾക്ക് വരാൻ പറ്റും. അപ്പൊ നമ്മൾക്ക് മറ്റു റൂമുകളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതും കൂടെയാണ് ഇനി കാണിച്ചിരുന്നത്. അങ്ങോട്ട് പോവാം കേട്ടോ. നമ്മൾ വേറെ റൂംസ് കാണിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര നാളായിട്ട് വേളാങ്കണ്ണി വരുന്നുണ്ടെങ്കിലും ഷാജിന് ഇത്തവണ ഫ്രീ ആയിരുന്നു, കാരണം ഇത് സീസൺ അല്ല. അപ്പോൾ ഷാജിനെ പറഞ്ഞു നമുക്ക് നിങ്ങളൊരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇത് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ, ഞാൻ കിലോമീറ്റർ മറന്നു, നിസാര കിലോമീറ്ററേ ഉള്ളൂ, ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോയി കേട്ടോ. അതായത് ഒരു 15 മീറ്റർ വളരെ ശാന്തമായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വളരെ ക്ലീൻ ആയിട്ടുള്ള ബീച്ച്. അടിപൊളിയാണ് ആ ബീച്ച്. അപ്പം അതുപോലെ ഇവിടെ വേറെ ചില സ്ഥലങ്ങളും കൂടെയൊക്കെ ഉണ്ട്. നല്ല രസമാണ് അങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ. അപ്പം എവിടെ ദൂരെ കാണുന്നത് ലൈറ്റ് കാണുന്നതാണ് നമ്മുടെ വേളാങ്കണ്ണി ബീച്ച് കേട്ടോ. ഇത് ഭയങ്കര നീളത്തിൽ എത്ര കിലോമീറ്റർ ഉണ്ട്? 15 കിലോമീറ്റർ നീളത്തിൽ നല്ല അടിപൊളി ബീച്ച്. ഇവിടെ വേറെ തിരക്കൊന്നും ഇല്ല, നല്ല രസമാണ്. ഇവിടെ സ്വസ്ഥമായിട്ടാണ് ഇരിക്കുക. നമ്മുടെ കുട്ടികളെയൊക്കെ ആയിട്ട് മിക്കവാറും പേരൊന്നും ഇവിടെ വേളാങ്കണ്ണി പള്ളിയുടെ മുമ്പിലുള്ള ഭയങ്കര റഷായിട്ടുള്ള ആ ഒരു ബീച്ചിലേക്ക് പോകാത്തവരായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വളരെ ശാന്തമായിട്ട് അവിടെ പോയി ഇരിക്കാനും പിള്ളേർക്ക് ജസ്റ്റ് ഒന്ന് കളിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാവും. അപ്പം ഷാജിയേട്ടൻ പറയുന്നത് ഇവിടെ നമുക്ക് പോകണമെങ്കിൽ ഷാജിയേട്ടൻ വണ്ടി അറേഞ്ച് ചെയ്ത് നമുക്ക് അവിടെ പോകാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി തരും. ഇത്തവണ വന്നപ്പോൾ ചേട്ടൻ ഫ്രീ ആയിരുന്നതുകൊണ്ട് നമുക്കൊന്ന് അങ്ങനെ പോയി കാണാൻ പറ്റി. അപ്പോൾ അതും കൂടി ഇതിനകത്തൊന്ന് കാണിച്ചു തരുവാണ്, നിങ്ങൾക്കും കാണാമല്ലോ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു അത്, അതുകൊണ്ട് മാത്രമാണ് അതും കൂടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. നല്ല സൗകര്യങ്ങളുള്ള മറ്റൊരു മുറിയാണിത്. ഷാച്ചിയേട്ടൻ പറയണത് 8 പേർക്കൂടെ കിടക്കാൻ പറ്റുന്ന, പക്ഷേ എനിക്കിത് നോക്കിയിട്ട് ഒരു 10 പേർക്കെങ്കിലും ഇതിനെ കിടക്കാൻ പറ്റുന്ന തോന്നുന്നത്. അത്രയും നല്ല സൗകര്യങ്ങളുള്ളതാണ് കേട്ടോ. ഇത് നമ്മുടെ വേളാങ്കണ്ണി പള്ളി ഉണ്ടല്ലോ, വേളാങ്കണ്ണി പള്ളിയുടെ തൊട്ടടുത്താണ്, തൊട്ട് മുന്നിലായിട്ട് നമ്മുടെ ക്യാൻറ്റീനൊക്കെ ഇല്ലേ, ആ ക്യാൻറ്റീൻ്റെ ബാക്ക് സൈഡിലായിട്ട് ബീച്ചിനൊക്കെ അടുത്തായിട്ട് വരുന്ന റൂമുകളാണിത്. ഇവിടെ 4 റൂമുകളാണുള്ളത്. AC റൂംസാണ്. ഈ 4 റൂമുകൾക്കും കൂടിയിട്ട് ഇവിടെ ഒരു കിച്ചണുണ്ട്. അപ്പം നമുക്ക് പാചകം ചെയ്ത് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ പാചകം ചെയ്ത് കഴിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന റൂംസ് നമ്മളുടെ മലയാളം കുർബാന നടക്കുന്ന മോർണിംഗ് സ്റ്റാർ പള്ളിയുണ്ടല്ലോ, ആ പള്ളിയുടെ തൊട്ടടുത്തായിട്ടുള്ളതാണ്. ഇതാണ് റൂംസ്. അവിടെ നമുക്ക് ടോട്ടൽ ഉള്ളത് 35 റൂമുകളാണ് കേട്ടോ. 35 റൂമിൽ 10 എണ്ണം AC ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. മുറിയിൽ TV ഉണ്ട്. അതുപോലെ അത്യാവശ്യം സൗകര്യമുള്ള മുറിയാണ്, നമുക്ക് ഉപയോഗിക്കാനായിട്ട് അത്യാവശ്യം സൗകര്യമുള്ള മുറികൾ തന്നെയാണ്. നീറ്റാണ്, നല്ല റൂമുകളാണെല്ലാം. ഇവിടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ നിന്നാൽ ഇതിൻ്റെ മുകളിൽ കയറുന്ന കാണാം നമ്മളുടെ മലയാളം കുർബാന കാണുന്ന സ്ഥലമൊക്കെ. വലിയൊരു കിച്ചൺ ഫെസിലിറ്റി, ഡൈനിങ് ഏരിയ ഒക്കെ ഇവിടെ. ഇത് കണ്ടോ നമ്മുടെ മോർണിംഗ് സ്റ്റാർ പള്ളിയിലെ മലയാളം കുർബാന നടക്കുന്ന പള്ളിയാണ്. ഇവിടെ നമുക്ക് അത്ര അടുത്താണ് കേട്ടോ, ഇത്ര അടുത്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തന്നത്. ഇത് നമ്മുടെ മുകളിലുള്ള അതിവിശാലമായിട്ടുള്ള ഒരു കിച്ചണും ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ഗ്യാസ് ഫ്രീ ആയിട്ട് ഗ്യാസ് അടുപ്പ് ഫ്രീ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമല്ലോ, ഗ്യാസ് അടുപ്പ് റെന്റ് കൊടുക്കണമല്ലോ അതിന്. അപ്പം ഇത് അങ്ങനെ വേണ്ട, വേറെ റെൻ്റൊന്നും കൊടുക്കണ്ട, ഗ്യാസ് അടുപ്പ് ഫ്രീ ആയിട്ട് കിട്ടും. ഇത് കിച്ചൺ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. ഇവിടെ സിങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ടേബിളുണ്ട്. നമ്മൾ സെറ്റ് ചെയ്തിട്ടാൽ മതി. ടേബിളും അതുപോലെ ചെയേഴ്സും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതും നമ്മളുടെ മലയാളം കുർബാന നടക്കുന്ന മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ അടുത്ത് തന്നെയുള്ള റൂമുകളാണ്. ഇവിടെയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂംസാണുള്ളത്. നമ്മൾക്ക് ഒരു 8 പേർക്ക് അല്ലെങ്കിൽ 6 പേർക്കൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെഡ്റൂമുകളാണുള്ളത്. AC റൂംസാണ്. അതുപോലെ നല്ല സൗകര്യങ്ങളുള്ള അത്യാവശ്യം വൃത്തിയായിട്ടുള്ള മുറികൾ തന്നെയാണിതും.
പക്ഷെ നമ്മൾ മുറികൾ ബുക്ക് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, ഒരാഴ്ച മുന്നെയോ 2 ആഴ്ച മുന്നെയൊക്കെ ഒന്ന് ഷാച്ചേട്ടനെ നമ്മൾ തന്നിരിക്കുന്ന നമ്പറിൽ വിളിക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് അത് അറേഞ്ച് ചെയ്യാനും പിന്നെ അതനുസരിച്ചിട്ട് ഷാച്ചേട്ടൻ നിങ്ങളോട് പറഞ്ഞോളൂ ഇപ്പോൾ വിളിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വിളിച്ചാൽ മതിയാവും. ഇവിടെയും നമ്മൾക്കൊരു കോമൺ ആയിട്ടുള്ളൊരു കിച്ചൺ ഫെസിലിറ്റി ഉണ്ട്. ഇതിനകത്ത് ടോട്ടൽ 23 റൂമാണ് ഉള്ളത്. ഇതിനകത്ത് കിച്ചൺ ഫെസിലിറ്റി ഇതാണ്. ഇതിനകത്ത് 8 AC, 3 ബെഡിൻ്റെ 6 AC, 2 ബെഡിൻ്റെ 2 AC, പിന്നെ 3 ബെഡിൻ്റെ നോൺ AC 7, 2 ബെഡിൻ്റെ AC 6, ഇത്രയും റൂമാണ് ഉള്ളത്. മൊത്തം ടോട്ടൽ 23 റൂം ഇവിടെ ഉള്ളത്. അപ്പോൾ 2 ബസ് വന്നാൽ പോലും ഇവിടെ ഈ 2 ബസ്സിൽ ആൾക്കാർക്ക് ഇവിടെ താമസിക്കാം. കിച്ചൺ ഫെസിലിറ്റി ഇനി വേണമെങ്കിൽ കിച്ചൺ ഫെസിലിറ്റി വേണമെങ്കിൽ താഴെ കൊടുക്കും. താഴെ കിച്ചൺ ഫെസിലിറ്റി ഉണ്ട് ആണ് ഇവിടെ ഉള്ളത്. ഇരിക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട്. പള്ളിയുടെ തൊട്ടടുത്താണ്. ശരി, ഒരു 25 മിനിറ്റ് ദൂരമുള്ളൂ. എല്ലാ പ്രാവശ്യം പിള്ളേരുമായിട്ട് വരുന്നത് നമ്മൾ ഇത്തവണ പിള്ളേരില്ലാതെ പെട്ടെന്ന് വന്നങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളില്ലാതെ സ്കൂളും ഉണ്ടല്ലോ, അവരുണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇതുപോലെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. പിള്ളേർക്ക് എപ്പോഴും വരുമ്പോൾ അവർക്ക് പള്ളിയിൽ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ബോറടിക്കും. എന്ത് ചെയ്യും, അവർക്ക് കളിക്കാനോ അല്ലെ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ വേറെ അതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു ഇൻഫർമേഷൻസ് കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ, പിന്നെ ഞാൻ ഇതിനകത്ത് റേറ്റ് പറയുന്നില്ല. റേറ്റ് പറയാത്ത വേറെ ഒന്നുമല്ല. വേളാങ്കണ്ണിയിൽ ഇവിടുത്തെ ഷാജേൻ്റെ റൂമിന് മാത്രമല്ല, എവിടെയാണെങ്കിലും സീസണിലൊരു റേറ്റ് ആയിരിക്കും. അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. സീസണിലൊരു റേറ്റ് ആയിരിക്കും, നോർമൽ ഡേയ്സിൽ വേറൊരു റേറ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുമ്പോൾ ഇത് സീസണിൽ കാണുന്ന ആളുകളുണ്ടാവും, സീസൺ അല്ലാത്തപ്പോൾ കാണുന്ന ആളുകളുണ്ടാവും. അവർക്കൊരു ഡൗട്ട് വരും, ഇത് പറ്റിക്കലാണോ എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയാത്തത്. സീസണിൽ മുറിക്ക് റേറ്റ് വേറെയാണ്, സീസൺ അല്ലാത്തപ്പോൾ റേറ്റ് വേറെയാണ്. അപ്പം നിങ്ങൾ ഷാച്ചേൻ്റെ നമ്പർ അതിനകത്തുകൊണ്ട് ചേട്ടനോട് ചോദിച്ചിട്ട് ഏതാണ് സമയം എന്ന് വെച്ചാൽ അതനുസരിച്ച് ഇത് ചെയ്തിട്ട് നിങ്ങൾ വന്നാൽ മതി. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാനും എല്ലാത്തിനും റിപ്ലൈ ചെയ്യാറുള്ള ഒരാളാണ്. ഞാനും റിപ്ലൈ തരാം, ഇല്ലെങ്കിൽ ഷാച്ചേട്ടനാണെങ്കിലും റിപ്ലൈ തന്നോളൂ കേട്ടോ. അപ്പം എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ എല്ലാവരിലേക്കും നോട്ടിഫിക്കേഷൻ എത്തിയെന്ന് വരില്ല. അപ്പോൾ കാണുന്നവരൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ ഉപകാരപ്പെടുമല്ലോ. ഓക്കെ, ടേക്ക് കെയർ, ബൈ.